ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് RichuVlogss. എന്തുണ്ട് മച്ചന്മാരെ, സുഖമല്ലേ? മച്ചന്മാരെ, നമ്മളെന്ന് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഒരു ഹോം ടൂറാണ്. ആരുടെയാണെന്നല്ലേ, എൻ്റെ സ്വന്തം ഹോം ടൂർ തന്നെയാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ ലോക്ക്ഡൗണ്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിപ്പോയി വീഡിയോ എടുക്കുന്ന കാര്യമൊന്നും നടക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്നാ വിചാരിച്ചു വെച്ചാൽ നമ്മുടെ വീട്ടിലെ ഹോം ടൂർ, എൻ്റെ വീട് എന്നെ ഒന്ന് കാണിക്കാം, നമ്മുടെ കുറച്ച് ഭാഗങ്ങളുണ്ട്, അതെല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ നമ്മൾ ലൈവിൽ വന്നപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. കാരണം സത്യം പറഞ്ഞാൽ വേറെ കണ്ടന്റ് ഇല്ല, അത് വേറെ കാര്യം. കാരണം ആക്ടേഴ്സിൻ്റെ വീട്ടിലൊന്നും പോകാൻ ഒക്കാത്ത അവസ്ഥയല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ഹോം ടൂർ തന്നെ കാണിക്കാമെന്ന്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം അല്ലേ. മച്ചന്മാരെ, ഇതാണ് നമ്മുടെ അപ്പേൻ്റെ അമ്മേൻ്റെയും ഗാർഡനിങ് ആണ്. കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പയുടെ അമ്മയുടെയും കലാവിരുതാണ് ഇതെല്ലാം. ഇടയ്ക്ക് നട്ടുണ്ട്. ഇതെല്ലാം ചെടികളാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ചെറിയൊരു മീൻകുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എൻ്റെ പരിപാടിയാണ്. കുറച്ച് മീനുകളേ ഉള്ളൂ. കുറേയൊക്കെ ഇപ്പോൾ ഈ വെള്ളം മഴ പെയ്യുന്നതുകൊണ്ട് വെള്ളം ഞാൻ കുറച്ച് വെച്ചേക്കാം, അല്ലെങ്കിൽ ഓവർഫ്ലോ ആയി മീനെല്ലാം വെളിയിൽ പോകാൻ ചാൻസ് ഉണ്ടായതുകൊണ്ട് നമ്മളിത് കുറച്ച് വെച്ചേക്കാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻഭാഗം. ഇങ്ങനെ ഫുള്ളിങ്ങനെ ചെടികളും കാര്യങ്ങളാണ്. ഈ കാണുന്ന മരം എന്ന് പറയുന്നത് ഈ വെൽവെറ്റ് ആപ്പിൾ എന്ന് പറയും. അത് പണ്ട് എവിടുന്നോ കൊണ്ടിങ്ങനെ നട്ടതാണ്. ഞാനല്ല, അപ്പയാന്ന് തോന്നുന്നു. അപ്പയോ അപ്പച്ചനോ ആരാണ്ട് കൊണ്ട് നട്ടതാണ്. വെൽവെറ്റ് ആപ്പിൾ എന്ന് പറയും. പക്ഷെ ഇന്നേവരെ കായ്ച്ചിട്ടില്ല. ഇതിൻ്റെ കൂടെ ഒരു തൈ കൂടെ ഉണ്ടെങ്കിൽ കായ്ക്കത്തോളം എന്നാണ് പറയുന്നത്. എല്ലാ വർഷവും ഇത് ചെറിയൊരു മുട്ട് പോലെ വന്നിട്ട് അങ്ങ് പൊഴിഞ്ഞു പോകുന്നത് കാണിച്ചില്ല. ഒരു പൂ പോലെ വന്നിട്ട് പൊഴിഞ്ഞു പോകും. ഇതാണ് ഇതിൻ്റെ കായെന്ന് പൂവെന്ന് പറയുന്നത്. ഇതിങ്ങനെ പൂ വന്നിട്ട് അങ്ങ് പൊഴിഞ്ഞു പോവുകയാണ്. ഇപ്പോൾ ഇതൊക്കെ അപ്പയുടെയും അമ്മയുടെയും ഗാർഡനിങ്. ഫുള്ള് ചെടികളും കാര്യങ്ങളൊക്കെയാണ്. ഈ നിൽക്കുന്ന മരം എന്ന് പറയുന്നത്, അതായത് ഈ കാണുന്ന മരം എന്ന് പറയുന്നത് റംബൂട്ടാനാണ്. ചെറിയ റംബൂട്ടാനാണ്, കഴിക്കാറായിട്ടില്ല. അതേപോലെ മച്ചന്മാരെ താണ്ടെ നമ്മൾ മുളക് കണ്ടോ. ഇതെല്ലാം അമ്മയുടെ അപ്പയുടെയും കൃഷികളാണ്. വലിയ കാന്താരി മുളകാണിത്. അതുപോലെ തന്നെ വരുമ്പോൾ മുല്ല, ഇതൊരു കുടമുല്ല ടൈപ്പ് സാധനമാണ്. ഒരു മുല്ലയാണ്. ഇത് റംബൂട്ടാനാണ്. ഈ കാണുന്ന റംബൂട്ടാനാണ്. പക്ഷേ ഇത് കായ്ക്കത്തില്ല. ഇത് പൂത്ത് എല്ലാ വർഷവും നല്ലോണം പൂക്കും, എന്നിട്ട് അങ്ങ് പൊഴിഞ്ഞു പോവാണ് എൻ്റെ മെയിൻ പരിപാടി. ഈ താഴെ കാണുന്നത് എൻ്റെ പപ്പയുടെ ജ്യേഷ്ഠൻ്റെ വീടാണ്. അവിടെ ഇപ്പോൾ അവരാരും ഇല്ല, അവിടെ വീട് പൂട്ടിയിട്ടേക്കാം. അവർക്ക് വേണ്ടത് സെറ്റിൽഡ് ആണ്. ഇവിടെ
കളിയിലിൻ്റെ ബാക്ക് സൈഡ്. ഇത് നമ്മുടെ കളിയിലിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ പണ്ട് ഒരുപാട് പശുവൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ. ഇപ്പോൾ പിന്നെ അപ്പം അമ്മ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയപ്പോഴത്തേക്ക് അതിന് നോക്കാൻ ആളില്ലാണ്ട് നമ്മൾ കൊടുത്തതാണ് എല്ലാத்தைയും. ചീനിയും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. ചീനി കപ്പ, ചീനിയാണ്. എല്ലാം പപ്പയുടെ കൃഷിയാണ്. എല്ലാ പരിപാടിയും പപ്പയുടെയാണ്. അവിടെ ഒരു കിളി ഇരിപ്പുണ്ട്. കിളിയെ കാണാൻ പറ്റുമോ? ചുമര അവിടെ ഒരു കിളി ഇങ്ങനെ കണ്ടോ? അങ്ങനെ വാലിൽ 2 ഇത് നിൽപ്പുണ്ട്. എന്ത് ടൈപ്പ് കിളിയാന്ന് അറിയത്തില്ല. ചക്ക നിൽക്കുന്ന കണ്ടോ? ചക്ക എടുക്കുന്നുണ്ട്. ഇത് വരിക്കപ്ലാവാണ് കേട്ടോ. അപ്പോൾ പഞ്ചമരുതാണ്. ഇതാണ് നമ്മുടെ പേടകങ്ങൾ. ചെന്നൈയിൽ നിന്ന് നാട്ടിലോട്ട് കൊണ്ടുവന്ന നമ്മുടെ വണ്ടി. ഇവൻ ചെന്നൈയിലായിരുന്നു 3 വർഷം. ചെന്നൈ കിടന്ന് ഓടുമായിരുന്നു. ഇവിടുന്ന് കൊണ്ടുപോയ വണ്ടി തന്നെയാണ്. ഇതിനകത്താണ് ഞാനിപ്പോൾ നാട്ടിലോട്ട് വന്നത്. അപ്പോൾ അതാണ് ഈ കാണുന്നതെന്ന് പറയുന്നത് കളിയിലെന്ന് പറയും. കളിയിൽ എന്ന് പറയുമ്പോൾ പണ്ടത്തെ കാലത്ത് ഈ പശുവിനെയും കാര്യങ്ങളൊക്കെ കെട്ടിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ പശുവും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ വിറകും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. പിന്നെ തെങ്ങുണ്ട്, തേങ്ങയൊക്കെ ഇടുന്ന റൂമാണ്. പിന്നെ ഈ റബ്ബറിൻ്റെ ഷെയ്ഡും കാര്യങ്ങളും. പിന്നെ ഇവിടെ ഇപ്പോൾ പുതിയതായിട്ടൊരു പുകപ്പേരയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഷീറ്റ് ഇട്ട് ഉണക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ഇത്. ഇതിപ്പോൾ ഒരുപാട് പഴയതാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ കണ്ടോ, അടുത്ത് വന്ന ചാടി മേത്ത് കറക്കാണ് ഇതിൻ്റെ മെയിൻ പണി. മച്ചന്മാരെ തൻ്റെ ഇത് രാജപാളയാണ് ബ്രീഡ്. 4 മാസം പ്രായമുള്ളത്. ഇന്ന് ലൈവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ 3 പട്ടികളുണ്ടെന്ന്. അതിനകത്ത് ഏറ്റവും ഇളയവനാണ്. 4 മാസം പ്രായമായതാണ്. ഇവനെ ഞങ്ങൾ കൊണ്ടുവന്നത് പത്തനംതിട്ടയിൽ നിന്നാണ് കൊണ്ടുവന്നത് കേട്ടോ. പത്തനംതിട്ട റാന്നി അവിടെ നിന്നാണ് ഇവനെ കൊണ്ടുവന്നത്. ഇവൻ്റെ പേര് ലക്കി എന്നാണേ. ലക്കി. അപ്പോൾ മച്ചന്മാരെ തന്നെ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. നമ്മുടെ പട്ടി ഇവിടെ ഉണ്ട്. പിന്നെ വേറെ 2 പട്ടികളോടെ ഉണ്ട്. ഞാൻ ഇന്നലെ ലൈവ് വന്നപ്പോൾ പറഞ്ഞു നമുക്ക് 3 പട്ടികളുണ്ടെന്ന്. പിന്നെ ഇവിടുത്തെ കിണർ. പണ്ട് വീട് എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിനകത്ത് നിന്ന് വെള്ളം കോരുന്ന രീതിയിലായിരുന്നു വീട് പണിഞ്ഞിരുന്നത്. വീടിനകത്ത് നിന്ന് പണ്ടത്തെ കാലത്ത് വീടുണ്ടല്ലോ, ഫുൾ ഓടും കാര്യങ്ങളും കല്ലൊക്കെ വെച്ച് ഉണ്ടാക്കിയ വീടായിരുന്നു. പിന്നെ നമ്മൾ പൊളിച്ചിട്ട് ഒരു 10 വർഷമായി കാണും പൊളിച്ച് പുതുക്കി പണിഞ്ഞിട്ട്. പിന്നെ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ ചെറിയ കാലത്ത് മുതലേ ഉള്ള ചാമ്പമരമാണ് കേട്ടോ. കുഞ്ഞുനാളെ മുതലുള്ള ചാമ്പമരമാണ്. ചാമ്പയ്ക്ക് പ്രാവശ്യം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് 1-2 എല്ലാം ഈ വവ്വാലൊക്കെ കൊണ്ടുപോയി. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കുരുമുളക് കൊടിയുണ്ട്. മാവുണ്ട്, കുറവാണ് മാവ്. മാവ് നിപ്പുണ്ട്, പക്ഷെ ഒന്നും കായ്ക്കുന്നില്ല. നമ്മുടെ ബാക്കി ഞാൻ പറഞ്ഞ 2 പട്ടികൾ. ഇവൻ ജിമ്മി, ഇത് ടോമി. ഇവനാണ് മൂത്തത്, അവൻ ഇളയത്, അവൻ ഏറ്റവും ഇളയത്. അവന്മാര് ഇവന് ഏകദേശം 4 വയസ്സ് അടുപ്പിച്ചായെന്ന് തോന്നുന്നു. ഇവന് 1 വയസ്സാകുന്നതേ ഉള്ളൂ. അതാണ്. പിന്നെ അവന് 4 മാസേ ആയിട്ടുള്ളൂ കേട്ടോ. ലക്കി രാജപാള എന്ന് പറഞ്ഞില്ലേ, അവൻ 4 മാസേ ആയിട്ടുള്ളൂ. ഇവൻ ഭയങ്കര ഓട്ടക്കാരനാണ്. ഇവൻ നിൽക്കത്തില്ല. നമ്മൾ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഒറ്റ ഓട്ടം. എന്തായി എന്നെ പിടിച്ചു നിർത്തിയിട്ട് എടുക്കുന്നതേ ഉള്ളൂ. ഒറ്റ ഓട്ടമായിരിക്കും. അല്ലെങ്കിൽ ഇതാണ് 2ാമത്തവൻ.
ഇവൻ ജിമ്മി, ഇവൻ നാടൻ പട്ടിയാണ്, നമ്മുടെ ടോമി നാടൻ പട്ടിയാണ്. ലക്കി മാത്രമേ ഉള്ളൂ ഇനം രാജപാളയം. ഇവൻ കുഴപ്പമൊന്നുമില്ല, നമ്മൾ പറഞ്ഞാൽ കേൾക്കും, നല്ല അനുസരണയുണ്ട്. ഇച്ചിരി കളി കൂടുതലേ ഇവന്മാർക്കെല്ലാം, നല്ലോണം കുറയ്ക്കും കേട്ടോ. നമുക്ക് വീട്ടിൽ നമുക്കിവിടെ വെച്ചാൽ അടുത്തുനിന്ന് വീടുകളും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് പട്ടികൾ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ 3 എണ്ണത്തെ വളർത്തിയേക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡ്. മൊത്തം അലങ്കോലമായിട്ട് കിടക്കും. ഈ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അലങ്കോലമായിട്ട് കിടക്കുകയാണ്. പിന്നെ അവിടെ ഒരു ബാത്റൂമാണത്, വീടിൻ്റെ പുറത്തൊരു ചെറിയൊരു ബാത്റൂമുണ്ട്. പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് റബ്ബർ ഷീറ്റ് അടിക്കുന്ന സ്ഥലം, മെഷീൻ വരെയുണ്ട്. ഷീറ്റ് അടിക്കാനുള്ള സ്ഥലവും പാലൊഴിക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇന്ന് രാവിലെ പപ്പയുടെ പരിപാടിയായിരുന്നു ഇതെല്ലാം. ഈ ഇവിടെ കൊടിമരം ഉണ്ടല്ലോ, കുരുമുളകിൻ്റെ കൊടിമരം ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് തടം തോണ്ടിയും അതിൻ്റെ മണ്ണ് വാരി ഇടക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു രാവിലെ പപ്പ. അപ്പം മിക്കപ്പോഴും ഈ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട്, ഇപ്പോൾ റിട്ടയർ ആയതുകൊണ്ട് സ്കൂൾ ജോലിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇപ്പം കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ തോട്ടം. ഇങ്ങനെ വരും. ഇപ്പോൾ നമ്മൾ കൈത ഉണ്ടല്ലോ, കൈത നടാൻ വേണ്ടി പാട്ടം കൊടുത്തേക്ക്, അതിനിടയ്ക്ക് റബ്ബർ തൈ ഉണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് അവിടെയാണ്. ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഈ റബ്ബറിൻ്റെ പണ്ട് ഇവിടെ ഫുള്ള് റബ്ബറായിരുന്നു. അപ്പോൾ റബ്ബർ മുറിച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വഴിയായിരുന്നു ഇത്. അപ്പോൾ അങ്ങനെ ഇട്ട വഴികളാണ് നമ്മൾ ഈ കാണുന്നത്. ഇങ്ങനെയും തോട്ടത്തിലോട്ട് പോകുന്നുണ്ട്, ഇങ്ങനെയും പോകുന്നുണ്ട്. ഫുള്ള് കൈതയാണ്. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് കേട്ടോ. ഫുള്ള് കൈതയും കൈതക്കാടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. നമുക്കിങ്ങനെ അകത്തൂടൊന്നും നടക്കാം അല്ലേ. അത് നടക്കാൻ ഒക്കത്തില്ല, മെയിനായിട്ട് പാൻറ് ഇടാതെ ഒരിക്കലും നടക്കാൻ ഒക്കത്തില്ല. നിക്കറൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ കാല് മൊത്തം വരഞ്ഞ് കീറും, അതാണ് മെയിൻ പ്രശ്നം. പിന്നെ ഞാനൊരു കാര്യം കാണിച്ചുതരാം. അവിടെ കണ്ടു ഒരു പാറ, ഞങ്ങൾ ആനപ്പാറ എന്ന് വിളിക്കും. നമ്മുടെ വീട്ടിൽ നമ്മുടെ തോട്ടത്തിൽ തന്നെ ഉള്ള വലിയൊരു പാറയാണ് അത്. എന്നാ പറയുക, ഭയങ്കര വലിയ പാറ, എൻ്റെ വെള്ളമൊന്നും കയറാൻ ഒക്കത്തില്ല. പണ്ട് ഇതിലും വലുതായിരുന്നു, അത് പൊട്ടിച്ച് ഇപ്പം പിന്നെ ഇടയ്ക്ക് വെച്ച് പൊട്ടിപ്പൊക്കെ നിർത്തി. ഈ പാറ പൊട്ടിക്കാൻ പാടുള്ള നിയമമൊക്കെ വന്നപ്പോൾ നമ്മൾ നിർത്തിയതായിരുന്നു. അപ്പോൾ മച്ചന്മാരെ, നമ്മൾ എടുത്തു വന്നപ്പോൾ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടിപ്പോയി, അതുകൊണ്ട് നമ്മൾ 2 വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കുക, ഉടനെ വീഡിയോ വരുന്നതായിരിക്കും.